നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തുറവൂര് മുതൽ ചേർത്തല വരെയുള്ള ആറുവരിപ്പാതയുടെ പുതിയ അപ്ഡേറ്റ് ആണ്. നമ്മളിപ്പോൾ ഉള്ളത് തുറവൂര് ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ്. ഇവിടുന്ന് നേരെ അരൂര് വരെയാണ് ആറുവരി എലിവേറ്റഡ് ഹൈവേയുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിവേഗം പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അശോക ബിൽക്കോൺ കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ക്രെയിനൊക്കെ ഉപയോഗിച്ച് ഗർഡറുകൾ പിയർ ക്യാപ്പിൻ്റെ മുകളിൽ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന പണികൾ നടക്കുന്നുണ്ട്. പണിക്കൊരു കുറവും വന്നിട്ടില്ല. നല്ല വേഗത്തിലായിട്ട് പണി നടക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പൈലിംഗ് നടക്കാത്ത സ്ഥലങ്ങളിലെല്ലാം പൈലിംഗ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിവിടുന്ന് പിന്നെ നേരെ തിരിഞ്ഞ് ചേർത്തല ഭാഗത്തോട്ട് പോവുകയാണ്. ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് മുമ്പോട്ട് അവർ പണി തുടങ്ങിയിരിക്കുന്നത്. കാരണം എനിക്ക് തോന്നിക്കുന്നത് രണ്ട് സൈഡിലും ഇവിടെ രണ്ട് ഭാഗത്തും റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണിയായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് മുമ്പോട്ട് നീക്കിയാണ് അവർ പണി തുടങ്ങിയിരിക്കുന്നത്. നമ്മളിവിടുന്ന് പിന്നെ ആറുവരി എലിവേറ്റഡ് ഹൈവേയുടെ മുകളിലോട്ട് കയറണമല്ലോ. അപ്പം കയറ്റത്തിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിലും റിട്ടേണിംഗ് വാൾ വരും. അപ്പോൾ അതിൻ്റെ നടുക്കായിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരും. ഇവിടെ ഇപ്പോൾ നമ്മുടെ പഴയ റോഡ് പൊളിച്ചു മാറ്റി കളഞ്ഞതിന് ശേഷമാണ് ഇടതുഭാഗത്തായിട്ടുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്നത്. നാലുവരിപ്പാതയാണ്. നേരത്തെ അതിൻ്റെ ഒരു സൈഡ് പൊളിച്ചു മാറ്റിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ പണി തുടങ്ങിയിരിക്കുന്നത്. ഇടതുഭാഗത്ത് മാത്രമായിട്ടാണ് ക്രാഷ് ബാരിയർ നിർമ്മാണം ചെയ്തിട്ടുള്ളത്. ഇപ്പം ഇവിടെ കിടക്കുന്ന രണ്ട് വാഹനങ്ങൾ നമ്മുടെ ഒരു എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഗർഡറുകൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള വാഹനങ്ങളാണ് നമ്മളിപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് കണ്ടത്. ഇപ്പോൾ ഇവിടെ ആക്റ്റീവായിട്ടുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ എടുത്തതിന് ശേഷം പിന്നെയും തിരിച്ച് ഇതുവഴി ഒരു വട്ടം കൂടെ പോയായിരുന്നു. അപ്പം പണി നല്ല ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം, ഇവിടെ ഇടത് ഭാഗത്ത് പഴയ റോഡ് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനിയും ഈ ഒരു ഭാഗത്തൊക്കെ ഇനിയും മണ്ണൊക്കെ കൊണ്ടുവന്നിട്ടുള്ള പണി തുടങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇപ്പം രണ്ട് സൈഡിലും ക്രാഷ് ബാരിയർ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ നേരെ വരുന്നത് ഇനി പത്മാക്ഷി കവലയിലാണ്. നമ്മൾ തുറവൂര് കഴിഞ്ഞേച്ച് പിന്നെ മുമ്പോട്ട് വരുമ്പം ആദ്യത്തെ അണ്ടർപാസിൻ്റെ നിർമ്മാണം പിന്നെ പത്മാക്ഷി കവലയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പം കൂടുതൽ സാധനങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ KCC ബിൽക്കോണിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്നിടത്താണ് പത്മാക്ഷി കവല. ഇവിടെ ഇപ്പം ഇടതുഭാഗത്തും പഴയ റോഡ് പൊളിച്ചു മാറ്റിയിട്ട് ഇവിടെയും നല്ല ആക്റ്റീവായിട്ടുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പത്മാക്ഷി കവല എത്തുന്നതിന് മുമ്പായിട്ടുള്ള സ്ഥലത്ത് മണ്ണൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. എന്നിട്ട് മിറ്റിലിട്ട് നിരത്തിക്കൊണ്ടിരിക്കുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നേരെ വരുന്നത് പത്മാക്ഷി കവലയിലാണ്. പകുതിയോളം നിർമ്മാണം അണ്ടർപാസിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഇടതുഭാഗത്തായിട്ട് ക്രാഷ് ബാരിയർ നിർമ്മാണവും നടക്കുന്നുണ്ട്. ഇവിടുന്ന് പിന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുന്നിടത്ത് പിന്നെ റിട്ടേണിംഗ് വാളായിരിക്കും രണ്ട് സൈഡിലുമായിട്ട് വരുന്ന ചെറിയ കോൺക്രീറ്റിൻ്റെ ഭിത്തി വെച്ചിട്ടായിരിക്കും അതിലോട്ട് കെട്ടി ഉയർത്തിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി. ഇവിടെ ഇപ്പം ബാക്കി പകുതിയുടെ നിർമ്മാണവും കൂടെ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. കാരണം വലതുഭാഗത്ത് വാഹനങ്ങൾ കയറി പോകുന്നതിന് വേണ്ടിയിട്ട് അവിടെ കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അപ്പം ബാക്കി പകുതിയുടെ നിർമ്മാണം ഉടൻ തന്നെ ആരംഭിക്കുമെന്നായിരിക്കും നമുക്ക് കരുതേണ്ടത്. നമ്മളിവിടുന്ന് പിന്നെ നേരെ മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ ഇപ്പം കൂടുതൽ മെറ്റിലൊക്കെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ റോഡൊക്കെ കുറച്ച് പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. ഇവിടെയും ഇടതുഭാഗത്തായിട്ട് നമ്മൾ നാലുവരിപ്പാതയുടെ ഭാഗമായിട്ടിരുന്ന റോഡ് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട് ഇടതുഭാഗത്തായിട്ട്. ഇവിടെയും പിന്നെ ഒരു തോട് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവിടെയും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം നേരെ എത്തിയിരിക്കുന്നത് പൊന്നാംവേളിയാണ്. പൊന്നാംവേളി ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. പൊന്നാംവേളിയാണോ പൊന്നംവേളി എന്നാണോ പറയുന്നതെന്ന് അറിയത്തില്ല. പൊന്നാംവേളി എന്നാണ് ഒരു കടയുടെ മുമ്പിലായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയാണെന്ന് കരുതുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇടതുഭാഗത്തായിട്ടാണ് ഡ്രൈനേജിൻ്റെ പണി പുരോഗമിച്ചിരിക്കുന്നത്. പിന്നെയും കുറച്ച് ബിൽഡിങ്ങുകൾ പൊളിച്ചു മാറ്റാനൊക്കെ ബാക്കിയുണ്ട്. മരങ്ങളും അതേപോലെ നിൽപ്പുണ്ട്. നമുക്കിപ്പം നാലുവരിപ്പാതയുടെ വീതി അത്യാവശ്യം നേരത്തെ ഉള്ളതുകൊണ്ടും പിന്നെ കുറച്ച് സ്ഥലം കൂടിയാണ് ഏറ്റെടുക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും അനുഭവപ്പെടത്തില്ല. അത്യാവശ്യം കുറച്ച് സ്ഥലം മാത്രമേ പിന്നെയും അവർ രണ്ട് സൈഡിൽ നിന്നും ഏറ്റെടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് വലിയ മാറ്റം നമുക്ക് അറിയപ്പെടത്തില്ല. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് ഇവിടെ ഇടതുഭാഗത്തായിട്ട് ക്രാഷ് ബാരിയർ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നത് കാണാം. കുറേ നാളിന് മുമ്പേ കഴിഞ്ഞാണ്. കാരണം അവിടെ പോച്ച പിടിച്ച് കിടക്കുന്നത് കാണാൻ പറ്റും. പിന്നെ വലതുഭാഗത്തായിട്ട് ക്രാഷ് ബാരിയർ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട്. ഇടതുഭാഗത്ത് നേരത്തെ ആ ഒരു വർക്ക് കഴിഞ്ഞാണ്. പിന്നെ ഡ്രൈനേജിൻ്റെ പണിയും പുരോഗമിച്ചിട്ടുണ്ട് ഇടതുഭാഗത്തായിട്ട് തന്നെ. നമ്മളിഞ്ഞ് നേരെ വരുന്നത് പട്ടണക്കാട് സെൻറ്റ് ജോസഫ് പബ്ലിക് സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഇവിടെ വരുമ്പം വലതുഭാഗത്ത് കുറച്ച് നീളത്തിലായിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ പണി പുരോഗമിച്ചിട്ടുണ്ട്. ഇടതുഭാഗത്ത് കുറച്ച് നീളത്തിലും അവിടെയും ഡ്രൈനേജിൻ്റെ പണി പുരോഗമിച്ചിട്ടുണ്ട്. ഇവിടെ വലതുഭാഗത്തൊരു വലിയ ബിൽഡിംഗ് ഉണ്ടായിരുന്നു സെൻറ്റ് ജോസഫ് പബ്ലിക് സ്കൂളിൻ്റെ. അത് പൊളിച്ചു മാറ്റിയിട്ടാണ് ഇവിടെ സ്ഥലം കണ്ടെത്തിയത്. അന്ന് അതിൻ്റെ മുകളിൽ ബിൽഡിങ് പൊളിക്കുന്ന രണ്ട് വലിയ മെഷീനൊക്കെ കയറ്റി വെച്ചിട്ടാണ് ആ ബിൽഡിങ് പൊളിച്ചു മാറ്റിയത്. നമ്മളിപ്പം വയലാർ കവല ഭാഗത്തായിട്ടാണുള്ളത്.
ഇവിടെ ഇപ്പം അണ്ടർപാസിൻ്റെ നിർമ്മാണം കോൺക്രീറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 സൈഡിലും റിട്ടേണിംഗ് വാൾ ഉയർത്തുക, മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയാണ് ഉള്ളത്. നമ്മളിപ്പം വയലാർ കവല കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് പോകുന്നിടത്ത് ഇവിടെ ഇപ്പം നിലവിൽ നമ്മൾ അങ്ങോട്ട് പോകുന്ന റോഡ് പൊളിച്ചു മാറ്റിയിട്ട് അവിടെ കുറച്ച് നീളത്തിലായിട്ട് തന്നെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കുന്നുണ്ട്. നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു ഭാഗത്ത് പണി തുടങ്ങിയിട്ടുണ്ട്. KCC ബിൽക്കോണ് വർക്ക് ആരംഭിച്ചിരിക്കുന്നത് 2022 മാർച്ച് മാസത്തിലായിരുന്നു വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അവരുടെ കാലാവധി അവസാനിക്കേണ്ട തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 2025 കാലാവധി അവസാനിക്കേണ്ടത്. അപ്പോൾ ഇനി ഏകദേശം 1 വർഷം കൂടെ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ പണികളെല്ലാം പൂർത്തിയാക്കണം. KCC ബിൽക്കോണിൻ്റെ പണി ഏറ്റവും നോക്കുന്നത്, അവർ ഫോക്കസ് ചെയ്യുന്നത് ആലപ്പുഴ ബൈപ്പാസിൻ്റെയാണ്. കാരണം അവിടെ ഒരുപാട് പണി തീരാനുണ്ട്. ബാക്കിയുള്ള പണിയൊക്കെ അവർക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റുമെന്നാണ് അന്ന് ഒരു ദിവസം എൻ്റെ അടുത്ത് ഒരു എഞ്ചിനീയർ, KCC ബിൽക്കോണിൻ്റെ ഒരു എഞ്ചിനീയർ എന്നോട് പറഞ്ഞത്. നമ്മളിപ്പം പുതിയകാവ് ക്ഷേത്രമൊക്കെ കഴിഞ്ഞിട്ട് നേരെ ബിഷപ്പ് മോർ സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പം നിലവിൽ പഴയ റോഡ് പൊളിച്ച് മണ്ണ് നീക്കം ചെയ്തിട്ടുള്ള പണിയാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞു പോയ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ കുറച്ച് ക്രാഷ് ബാരിയർ നിർമ്മാണം സ്കൂളിൻ്റെ അടുത്തായിട്ട് വരുമ്പോൾ ഉണ്ട്. പിന്നെ വലതുഭാഗത്ത് കുറച്ച് നീളത്തിലായിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ പണിയും അവിടെ സ്കൂളിൻ്റെ അടുത്തായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഡ്രൈനേജിൻ്റെ പണി പുരോഗമിച്ചിട്ടുണ്ട്. പിന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഒരു തോട് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ വലതുഭാഗത്ത് നിന്ന് പഴയ റോഡ് പൊളിച്ചിട്ട് അവിടെ നിന്ന് പഴയ റോഡ് നീക്കം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പം 2 സൈഡിലായിട്ട് തന്നെ പുതിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കോൺക്രീറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ് വലതുഭാഗത്തായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരികയാണ്. ഇവിടെ പിന്നെ ഇത്രയും നീളത്തിൽ ഇവിടെ വലതുഭാഗത്തുള്ള പഴയ റോഡ് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരെ തങ്കിക്കവല ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ പിന്നെ വലത്തേ സൈഡിൽ കുറച്ച് സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന കുറേ കടകളും പൊളിച്ചു മാറ്റിയതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ വലത്തേ സൈഡിലായിട്ടൊരു ബിൽഡിംഗ് കൂടെ പൊളിക്കാനായിട്ട് ബാക്കി കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഇപ്പം പണി നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തെ സൈഡിലായിട്ട് തന്നെ കുറച്ച് ഡ്രൈനേജിൻ്റെ പണിയാണ് കഴിഞ്ഞതായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടുള്ളത്. വേറെ പണിയൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടില്ല. നമ്മളിനി നേരെ വരുന്നത് ചേർത്തല ബൈപ്പാസ് ആരംഭിക്കുന്ന ഒറ്റപ്പുന്ന ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടെ പിന്നെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട്, ബാക്കി പകുതിയുടെ നിർമ്മാണ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വലത്തേ സൈഡ് കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് വാഹനങ്ങൾ അതുവഴി കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുതൽ മുമ്പോട്ട് ചേർത്തല ബൈപ്പാസ് ആരംഭിക്കുകയാണ്. ഇവിടെ പിന്നെ പണി നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തെ സൈഡിലായിട്ട് ഈ ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ പണി പുരോഗമിക്കുകയാണ്. 2 സൈഡിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്തിട്ടുള്ള പണിയും ഈ ഒരു ഭാഗത്ത് കുറച്ച് നാളിന് മുമ്പേ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി നേരെ വരുന്നത് ചേർത്തല റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടെ പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് മുമ്പോട്ട് പണി തുടങ്ങിയിരിക്കുന്നത്. കാരണം നമ്മുടെ ഒറ്റപ്പന്ന അണ്ടർപാസ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ പിന്നെ 2 സൈഡിലും റിട്ടേണിംഗ് വാളൊക്കെ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണി ഉള്ളതുകൊണ്ടായിരിക്കണം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ മുമ്പോട്ട് പണി തുടങ്ങിയിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ, ചേർത്തല റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തായിട്ട് തന്നെ ഇപ്പം പണി നല്ല സ്പീഡിലായിട്ട് നടക്കുന്നുണ്ട്. കുറച്ച് നാളിന് മുമ്പേ പണിയൊന്നും ഇല്ലാതിരുന്ന സ്ഥലമായിരുന്നു. മണ്ണൊക്കെ നീക്കം ചെയ്ത് ജസ്റ്റ് ഇട്ടിരുന്ന സ്ഥലമായിരുന്നു. ഇപ്പം നല്ല ആക്റ്റീവായിട്ടുള്ള പണി ഇപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. ഡ്രൈനേജിൻ്റെ പണിയും ഇടത്തെ സൈഡിലായിട്ട് പുരോഗമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മെറ്റിലൊക്കെ ഇട്ട് നിരത്തിയിട്ട് ഇപ്പം GSB അല്ല WMM കൊണ്ടുവന്ന് നിരത്തി ലെവൽ ചെയ്യുന്ന പണി നടക്കുന്നുണ്ട്. കൂടുതൽ മെറ്റിൽ ലോഡ് കണക്കിന് കൊണ്ടുവന്ന് ഇപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി നിരത്തി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ മരങ്ങൾ ഇങ്ങോട്ട് ചരിഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി മുറിച്ച് മാറ്റുമോ ഇല്ലയോ എന്നറിയത്തില്ല. റോഡിൻ്റെ സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ടായിരിക്കും മരങ്ങളൊക്കെ നിൽക്കുന്നത് എനിക്ക് തോന്നിക്കുന്നത്. പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് വരുന്ന പണി ഇവിടെ വരെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞേച്ച് പിന്നെ പണി ആക്റ്റീവായിട്ട് നടക്കാനുണ്ട്. ഇനിയും ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ക്ഷേത്രം ഇവിടെ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം കൂടെ പൊളിച്ചു മാറ്റാനായിട്ട് ബാക്കിയുണ്ട്. പിന്നെ മരങ്ങൾ നിൽപ്പുണ്ട്. പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് വരുന്ന ഈ ഒരു കവലയിൽ പിന്നെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ടോപ്പിൽ കോൺക്രീറ്റും കാര്യങ്ങളും ബാക്കിയുണ്ട്. അതിന് വേണ്ടിയിട്ട് കമ്പിയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന റീബാർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 സൈഡിൽ കൂടി വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് തന്നെ റോഡിൻ്റെ 2 സൈഡിലും കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ എക്സ്റേ ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇതിനിടയ്ക്ക് പിന്നെയും കവലയൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ പേരൊന്നും കിട്ടിയിട്ടില്ല, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് 2 സൈഡിലും പിന്നെ ഡ്രൈനേജിൻ്റെ പണിയാണ് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നടന്നിരിക്കുന്നത്. പിന്നെ കൂടുതൽ മരങ്ങളുണ്ടായിരുന്നു. ഈ ചേർത്തല ബൈപ്പാസിൽ തന്നെ കൂടുതൽ മരങ്ങൾ മുറിച്ച് മാറ്റിയിട്ടാണ് ഇത്രയും സ്ഥലമൊക്കെ എടുത്തിരിക്കുന്നത്. 2 സൈഡിലും ഈ ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ പണി കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് പിന്നെയും മരങ്ങൾ കാണുന്നുണ്ട് മുറിച്ച് മാറ്റാനായിട്ട് തന്നെ.
ഇവിടുന്ന് പിന്നെ നമ്മൾ മുമ്പോട്ട് ചേർത്തല ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന എക്സറ ജംഗ്ഷൻ വരെ വലിയ പണിയൊന്നും നടന്നിട്ടില്ല. നടന്നിരിക്കുന്നത് 2 സൈഡിലും ഡ്രൈനേജിൻ്റെ പണിയാണ് നടന്നിരിക്കുന്നത്. ഇത്രയും അപ്ഡേറ്റാണ് ഈ ഒരു ഭാഗത്തായിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ എക്സറ ജംഗ്ഷൻ ഭാഗത്തോട്ടാണ് വരുന്നത്. ഇനിയും മണ്ണ് കൊണ്ടുവന്നിട്ട് ലെവൽ ചെയ്ത് വരേണ്ട പണികളൊക്കെ ഉണ്ട് ഒരുപാട്. ഇനിയും വൃത്തിയാക്കി പഴയ മണ്ണൊക്കെ എടുത്ത് മാറ്റേണ്ട പണികളും ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. ഇവിടെ ഒരു തോട് കടന്നു പോകുന്നുണ്ട്. അപ്പം ഇനി അവിടെയും ഒരു പാലത്തിൻ്റെ നിർമ്മാണം നടക്കാനുണ്ട്. നമ്മളിപ്പോൾ നേരെ എക്സറ ജംഗ്ഷൻ ഭാഗത്തായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിരാവിലെ 2 പേര് എഴുന്നേറ്റ് ഇത്രയും ദൂരം വന്ന് ചന്തിയും പെരുത്ത് കയ്യും പെരുത്ത് രാവിലെ എത്തിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്ത് നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കുന്നത്. പെരുത്ത ചന്തിക്കെങ്കിലും വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മളിപ്പോൾ നേരെ എത്തിയിരിക്കുന്നത് ചേർത്തല ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന എക്സറ കവല ഭാഗത്തായിട്ടാണ്. കവലയല്ല, ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പം 4 പിയർ നിൽപ്പുണ്ട്. ഇനി പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം നടക്കണമെന്നുണ്ടെങ്കിൽ തന്നെ സർവീസ് റോഡിൻ്റെ പണി കുറച്ച് വലത്തേ സൈഡിലായിട്ട് നടക്കുന്നുണ്ട്. ഇനി അതുവഴി വാഹനങ്ങൾ കടത്തിവിട്ടതിന് ശേഷം മാത്രമേ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയുള്ളൂ. പിന്നെ നമ്മൾ ചേർത്തല കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് ഇവിടെ ഇപ്പോൾ ഒരു 8 ഗർഡറുകൾ ഈ ഒരു ഭാഗത്തായിട്ട് പണിഞ്ഞ് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ചേർത്തല എക്സറ ജംഗ്ഷൻ ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ വലതു ഭാഗത്ത് നിന്ന് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് ഒരു ബിൽഡിംഗ് കൂടി പൊളിച്ചു മാറ്റാനായിട്ട് ബാക്കി കാണുന്നുണ്ട്. പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് 2 സൈഡിലും ക്രാഷ് ബാരിയർ നിർമ്മാണം നടക്കുന്നുണ്ട്. ഇവിടുന്ന് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുന്നിടത്ത് കുറച്ച് നീളത്തിലായിട്ട് തന്നെ നല്ല ആക്റ്റീവായിട്ടുള്ള പണി നടക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് ഈ ഒരു ഭാഗത്ത് മെറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് നിരത്തുന്ന പണിയായിരുന്നു, അടിച്ചു കൂട്ടുന്ന പണിയായിരുന്നു കണ്ടത്. പിന്നെ മണ്ണിട്ട് ലെവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം മെറ്റിലിട്ട് നിരത്തിയിട്ട് അതിൻ്റെ മുകളിൽ WMM മിക്സ്, കോൺക്രീറ്റ് മിക്സ് കൊണ്ടുവന്ന് നിരത്തി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ പണിയും വലത്തേ സൈഡിലായിട്ട് കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ കാണുന്നുണ്ട് കുറച്ച് തണൽ അവിടെയും കുറച്ച് വെയിൽ ഇവിടെയും, സൂര്യഗ്രഹണം പോലുണ്ട്. അപ്പം ഇത്രയും അപ്ഡേറ്റാണ് തുറവൂര് മുതൽ ചേർത്തല വരെയുള്ള അപ്ഡേറ്റ്. അപ്പം നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും, കാത്തിരിക്കുക.